ഹലോ, അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചട്നിയെല്ലാം എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. അതൊന്നും പിന്നെ ആക്കി പഠിപ്പിക്കണമല്ലോ, എന്നാൽ നമ്മളതായിട്ടുള്ളത് നോക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് കുറേ ചെറിയ കാന്താരിമുളകും ഉള്ളിയും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇഡ്ഡലി ഞാൻ ഇപ്പുറത്തേക്ക് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പണിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മാത്രം നിന്നതാണ്. അങ്ങനെ ഇതാ ഞാൻ വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയെല്ലാം പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അതിൽ നല്ല ഇതുപോലെ വരുന്നുണ്ട്, ഒട്ടി പിടിക്കാതെ നല്ല പാങ്ങിൽ വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാണ് കേട്ടോ ഇഡ്ഡലി ചുടൽ. അങ്ങനെ ഇഡ്ഡലിൻ്റെ മാവെല്ലാം ഞാൻ ഒഴിച്ചിട്ട് വലിയ ആളാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതുവരെ വന്ന് ചുട്ടത് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ആളാക്കിയിട്ട് ഞാൻ ചുട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ എല്ലാം അരച്ച് കുറച്ച് തൈരും കൂടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മാങ്ങി ഇച്ചിരി തൈരും കൂടി വെച്ചിട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള കടു പൊട്ടിക്കുന്നുണ്ട്. കണ്ണിച്ച് കടുവിട്ട് അതൊന്നും പിന്നെ പറയണ്ടല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് നമ്മൾ ചമ്മന്തിയും കൂടി വെച്ച് ചമ്മന്തി ചട്നി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കലക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിപൊളിയായ നല്ല ഇഡ്ഡലിയും സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നിട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതാ മന കഴിക്കുന്നുണ്ട്. അപ്പോൾ